ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് വണ്ടി അത്യാവശ്യം ജനറലായിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയതാണ്. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്രണ്ട് ഫോർക്ക് കംപ്ലയിൻ്റ്, ഓയിൽ ലീക്ക്, എഞ്ചിൻ സൗണ്ട്, അങ്ങനെ അത്യാവശ്യം ഒരുവിധം കംപ്ലയിൻസുകളുണ്ട് വണ്ടി. അപ്പോൾ നമ്മളതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യാനൊക്കെ കേട്ടുമ്പോൾ ഓൾറെഡി നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്. അതിൻ്റെ ബാക്ക് എൻഡൊക്കെ നോക്കുമ്പോഴും ചെയിൻ പിടിക്കാത്തൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ നിലവിൽ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും മാറേണ്ട ടൈമാണ്, അത് ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാം. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് പുതിയ ലൈൻഡർ കിടക്കണേ, കമ്പനി ലൈൻഡർ കിടക്കണേ. പക്ഷേ നമുക്ക് നിലവിൽ ഇതിന് വേറൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് ഹബിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം ഹബിനകത്ത് ബെയറിങ് അടിക്കുന്ന ഭാഗം സീറ്റിങ് പോയേക്കാം മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഹബിൻ്റെ ഈ ഭാഗമൊക്കെ ഡാമേജാണത്. അത് ശരിക്കും നമ്മൾ ഇതുമ്പോൾ ഇനിയിപ്പോൾ ബെയറിങ് സീറ്റിങ് റെഡി ആക്കണമെങ്കിലും നല്ലത് ഈ ഹബ്ബ് ചേഞ്ച് ചെയ്തിടണമായിരിക്കും. ഹബ്ബ് മാറ്റിയിട്ടാൽ ഹബ്ബും മാറ്റി ആ വീലിൻ്റെ ഈ ബെയറിങ്ങുകളും മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതും ഒരു തലവേനയായിട്ട് നിൽക്കണ്ട. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സീറ്റിങ്ങൊക്കെ അടിച്ചാലും എപ്പോഴും ഇവിടെയൊക്കെ എടുത്ത് പോയേക്കണ്ട, എത്രയും ഭാഗം എടുത്ത് പോയേക്കണം കൊണ്ട് തന്നെ പൊട്ടു വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കത് ഒരു ചിലവുമാണ്, തന്നെയല്ല പിന്നീട് നമ്മളത് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വീണ്ടും സമയം കളയേണ്ടി പൈസ മുടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇപ്പോൾ ഹബ്ബ് മാറ്റുന്ന സമയത്ത് ഹബ്ബ് അതിൻ്റെ വീൽ ബെയറിങ് മാറണം. ഹബ്ബ് മാറ്റാനായിട്ട് കഴിക്കുമ്പോൾ ഈ കമ്പി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് പുറമെ കൊടുത്താണ് സെറ്റ് ചെയ്യേണ്ടത്. ടയർ കടയിലൊക്കെ കൊടുത്തിട്ടാണ്, സൈക്കിൾ ഷോപ്പിൽ കൊടുത്തിട്ട് വേണം നമുക്കത് കമ്പിയൊക്കെ പാവിയിട്ട് വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഹബ്ബേപ്പാടി മാറ്റണതാണ് ഏറ്റവും ബെനിഫിറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുതൽ മുടക്കിലെ കാര്യങ്ങൾ തീരുകയും ചെയ്യും. നാളെ ഒരിക്കൽ പിന്നെ അതുമിട്ട് വേറൊരു പണി വരാനും പോണില്ല. അതങ്ങനെ ചെയ്യണമായിരിക്കും നല്ലത്. ഞാനത് എസ്റ്റിമേറ്റ് പറയുമ്പോൾ അതിനകത്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സജഷൻ പറയാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആ രീതിയിൽ കംപ്ലയിൻ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തന്നുള്ളൂ. നോക്കിയിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലാണ് നമ്മളത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് പറഞ്ഞല്ലോ, ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോം ടൈപ്പ് ഫിൽറ്റർ വരാം. ഫോം ടൈപ്പ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൊത്തം പൊടിഞ്ഞ് അതിൻ്റെ ഹോൾഡർ അടക്കം അടഞ്ഞു പോയേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഹെഡിനകത്തേക്ക് പെട്രോൾ മിക്സിൻ്റെ കൂട്ടത്തേക്കുള്ള കറക്റ്റ് റേഷ്യോയിൽ എയർ കയറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറണം, ഈ ഹോൾഡർ മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ്. കാരണം പിന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. ഓൾറെഡി കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഒരു തലക്കേക്കടെ കാണിക്കുക. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അത് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, അത് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഓവർഫ്ലോൻ്റെ നീഡിൽ വന്ന ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുവിധം നല്ല ലൈഫ് കഴിഞ്ഞു കാർബറേറ്ററിൻ്റെ. ഏകദേശം നമുക്ക് വണ്ടി വന്നപ്പോഴുള്ള കാർബറേറ്ററാണ്. 10, 15, 16 കൊല്ലത്തോളം ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ വരികയോ മോർണിംഗിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുകയോ ചെയ്താൽ, മോർണിംഗിൽ മിസ്സിങ്ങിൻ്റെ വെച്ചാൽ ജസ്റ്റ് നമുക്ക് ഒരു രീതിയിൽ സ്റ്റാർട്ട് ആവാത്ത കണ്ടീഷൻ, ഓട്ടത്തിൽ ഫുൾ ടൈമൊക്കെ മിസ്സിങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കാർബറേറ്റർ വെച്ചുകൊണ്ടിരിക്കലിൽ കഥ കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിട്ട് പുതിയത് ചെയ്താലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഇപ്പം നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അത് കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. നമ്മളത് ക്ലീനിങ് ഒക്കെ ചെയ്ത് റെഡിയാക്കി നോക്കാമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വേരിയേഷൻസ് പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് വ്യത്യാസമുണ്ട് എഞ്ചിൻ സൗണ്ടിൽ. അത് നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ വന്നൊരു ചെറിയ ചെയിൻ ഉണ്ട്, ക്യാം ചെയിൻ എന്ന് പറയും. അത് അഴിച്ചു മാറ്റി കളയണം. കാരണം അതിൻ്റെ ഏകദേശം ഒരു നല്ല ലൈഫ് കഴിഞ്ഞു. അത് നമ്മുടെ ഇതേപോലെ തന്നെ ചെയിൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ചെയിൻ ലൂസാകുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് മാനുവൽ കൊടുക്കണം. അത് ഓൾറെഡി അതിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ പുഷോട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമാണ്. അപ്പോൾ ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന റാഡിൻ്റെ പരിധി കഴിഞ്ഞിട്ട് ലൂസാകുമ്പോഴാണ് സൗണ്ടായിട്ട് നമുക്ക് പുറത്തു വരാം. അപ്പോൾ അത് നമ്മളത് അഴിച്ചിന് ഇത് മാറ്റി കളയാനാണ് പറ്റുള്ളൂ. അപ്പോൾ അതാ നോക്കിയിട്ട് ആ രീതിയിൽ ക്ലിയർ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫോർക്ക് ഓയിലിലേക്ക്, അതേപോലെ ഫ്രണ്ട് ഗട്ടറിൽ ചാടും അടിയുന്ന കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് വീലിൻ്റെ ഈ ഫ്രണ്ട് വീലിന്മേന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വീലിൻ്റെ 2 ബെയറിങ് പോയേക്കാണ്. വീൽ ബെയറിങ് കംപ്ലയിൻ്റ് ആണ്. പിന്നെ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട്, നല്ല രീതിയിൽ ലീക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഓയിൽ സീൽ വർക്ക് ചെയ്യുന്ന ഭാഗം അവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഫോർക്ക് പൈപ്പും അതിൻ്റെ സ്റ്റീൽ പ്ലേറ്റിംഗ് ഒക്കെ പോയേക്കാണ്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഫോർക്കും അഴിച്ചിട്ട് അതിൻ്റെ പൈപ്പ്, ഓയിൽ അതെല്ലാം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് അത് നേരെ ചുവന് വർക്കാവുള്ളൂ. അപ്പോൾ ഒന്നുമല്ല അത് ക്ലിയറായിട്ട് ചെയ്തു പോവാം. അതല്ലെങ്കിൽ അത് നമ്മൾ തൊടാണ്ടിരിക്കുക, ഇങ്ങനെ തന്നെ പരമാവധി ഓടിക്കുക. എപ്പോഴെങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കണ്ടീഷനുള്ള സാമ്പത്തികമായിട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്താണെങ്കിൽ അത് അങ്ങനെ മാറ്റിയാലും മതി. അതല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതികൾ രണ്ടും കൂടിയിട്ട് അഴിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്ത് പോകാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും സാമ്പത്തിക നഷ്ടമായിരിക്കും.
പിന്നെ എന്ന് പറഞ്ഞാൽ ഹാൻഡലിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയും ആ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെയ്യേണ്ടതാണ്. ഹാൻഡിലിൻ്റെ ബെയറിങ് മാറണം, ഫ്രണ്ട് ഫോർക്ക് 2 ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീൽ മാറ്റി, ഫോർക്ക് പൈപ്പ് മാറ്റി റെഡിയാക്കണം, വീൽ ബെയറിങ് മാറണം. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിൻ്റെ വർക്ക് ആവറേജ് ക്ലിയർ ആയിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ ആവറേജ് അല്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണ് പിൻ സെറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ മീറ്റർ വർക്കിംഗ് ആക്കണമെന്നുണ്ട്. ഇപ്പോൾ മീറ്ററിൻ്റെ ഉള്ളിൽ മെക്കാനിസം കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ മെക്കാനിസം അടക്കം നമ്മൾ മാറ്റേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ കേബിളും ആ ക്രൗണും പിന്നീട് മാറ്റിയിടാണെങ്കിലുള്ള മെച്ചം എന്താ വെച്ചാൽ നമ്മളുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് തുടങ്ങിയിട്ട് എല്ലാ മെയിൻ്റനൻസുകളും വന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓടിക്കും. അപ്പോൾ അങ്ങനെ വന്നാലും നമുക്ക് തന്നെ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഓയിൽ കാര്യങ്ങൾ മാറ്റും. എങ്ങനെ നോക്കിയാലും നഷ്ടം തന്നെയാണ്. അപ്പോൾ നോക്കിയിട്ടത് മെക്കാനിസമൊക്കെ കറക്റ്റാണ്, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കിക്കറിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിക്കറിൻ്റെ ബൂട്ട് ചെക്കപ്പ് പറയുന്നുണ്ടോ, കിക്കർ ബൂട്ടിൻ്റെ അല്ല ശരിക്കും കംപ്ലൈൻറ്റ്, കിക്കർ അസംബ്ലിയാണ് കംപ്ലൈൻറ്റ്. ഇത് വണ്ടി വന്നപ്പോഴുള്ള കിക്കറാണ്, ഇതുവരെ നമ്മൾ മാറ്റിയിട്ടില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥ. അത്യാവശ്യം ഇത്രയും പ്ലേ കാണിക്കുന്ന കിക്കർ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് ഇതേപോലെ തന്നെ ഒറ്റ അസംബ്ലി യൂണിറ്റായിട്ട് നമുക്ക് കിട്ടും, ഈ മില്ലിങ് അടക്കമുള്ളൊരു യൂണിറ്റായിട്ട്. അത് മേടിച്ച് മാറ്റി വയ്ക്കുക, ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്ത് പോവാം. അതാണ് അതമ്മ ചെയ്യാൻ പറ്റുക. കാരണം അത്രയ്ക്കും തേയ്മാനം ഉണ്ട് അതിന് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇപ്പോൾ ആദ്യം നിലവിലിപ്പോൾ ഞാനൊരു വീഡിയോ ഡീറ്റെയിൽസ് അയച്ചൊക്കെ തരാം. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഒന്ന് കാണാം, അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കിയിട്ട് പറയാം. ഞാനിപ്പോൾ ഈ പറഞ്ഞേക്കണ വർക്കും പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വിളിച്ച് പറയാം. അതേപോലെ തന്നെ വാട്സാപ്പിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം അത്രയും അത്യാവശ്യം ഒരു എമൗണ്ട് വരും ഇത് ചെയ്തു വരുമ്പോൾ. അപ്പോൾ അത് അത്രയും കോസ്റ്റ് വരുന്ന സമയത്ത് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോൾ അതും ഇതുമായിട്ട് മാച്ചാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പഴയ വണ്ടിയാണ്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇതുണ്ടാവുള്ളൂ. പക്ഷേ പാർട്സുകൾക്ക് നമുക്ക് റേറ്റിൽ യാതൊരു ഇതുമില്ല. കമ്പനി പാർട്സ് എന്ന് പറയുമ്പോൾ ജനുവിൻ ആ പാർട്സുകളുടെ റേറ്റ് തന്നെ വരും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പറയാം, അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുള്ളൂ. നമ്മൾ തൽക്കാലം അപ്പോൾ അഴിച്ചതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും ആക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇനി നിങ്ങളുടെ റിപ്ലൈ കിട്ടിയാലാണ് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.